ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കിയാലോ? ഞണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവോള വേണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയാണ് കേട്ടോ വേണ്ടത്. ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തോളൂ. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ച് നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ചിക്കൻ മസാല, ഉപ്പ്, വെളിച്ചെണ്ണ കേട്ടോ. ഇത്രയാണ് ഞാൻ എടുത്തത്. ഇത് ഞാൻ വെക്കുന്ന രീതിയിലാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഞാൻ വലിയ കുക്കൊന്നും അല്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊന്നും അറിയില്ല. എന്നാലും നമ്മൾ വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമ്മൾ വെല്ലുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. വെല്ലുള്ളി ഇട്ട് നല്ലോണം ഒന്ന് ഒതുക്കണം കേട്ടോ. അത് വേഗം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാവേ. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടും കൈവിടാതെ ഇളക്കിക്കൊള്ളിട്ടാ. ചട്ടി വേഗം അടുക്കി പിടിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് തക്കാളി ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് അത്യാവശ്യം ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ മുളകും പൊടി. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഇതൊക്കെ എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഇടുന്നത്. അതുപോലെ നിങ്ങൾക്ക് എത്രയാണോ എരിവൊക്കെ വേണ്ട നോക്കിയിട്ടോളി. പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് ഇളക്കിക്കോളി കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കുകയെ. അപ്പോൾ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം കുരുമുളക് ചേർക്കുക കേട്ടോ. എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം. അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലേ, കാരണം ഞണ്ടെന്ന് വെള്ളം ഇറങ്ങിയാലോ എന്നുള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുള്ളായിരുന്നേ. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കേണ്ട. ഗ്രേവി വേണം എന്നുള്ളവർ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുക കേട്ടോ, ഇളക്കിയിട്ട്. അതിനുശേഷമാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കറി സെറ്റായിട്ട് ലാസ്റ്റാണ് കറിവേപ്പിലയുടെ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ കുട്ടപ്പനായിട്ടുള്ള കറി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.